നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈശോയെ കൊടുക്കുന്നവരാകണം എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കുന്നവളായിരുന്നു. ഗർഭപാത്രത്തിൽ സ്വീകരിച്ചു, പിന്നെ ലോകത്തിന് സമർപ്പിച്ചു. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ എല്ലാവരും ഈശോയിലേക്ക് അടുപ്പിച്ചു, ഈശോയിലേക്ക് അയച്ചു. അങ്ങനെ ഈശോ അത്ഭുതം ചെയ്തു, ഈശോയുടെ മഹത്വം പ്രകടമായി. എലിസബത്തിൻ്റെ വീട്ടിലേക്ക് ഈശോയുമായി ചെന്നപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അവളുടെ ഉദരത്തിലെ ശിശു സന്തോഷത്താൽ കുതിച്ചാടി ഈശോയെ കൊടുത്തു. സുവിശേഷങ്ങളിൽ ഒരിടങ്ങളിലും പരിശുദ്ധ അമ്മ ക്രെഡിറ്റ് ഒന്നും എടുക്കുന്നില്ല. എൻ്റെ മോനാണ്, എൻ്റെ മോൻ അത്ഭുത പ്രവർത്തകനാണ് എന്ന് പറഞ്ഞിട്ട് ആരുടെ ഇടയിലും ചെന്ന് ക്രെഡിറ്റ് എടുക്കാതെ നിശബ്ദം ജീവിച്ചു. എല്ലാവർക്കും ഈശോയെ കൊടുത്തു. കുരിശിൻ്റെ നിലവഴികളിലും കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ ശക്തിപ്പെടുത്തി. ഈശോയുടെ മരണശേഷവും ശിഷ്യന്മാരെ എല്ലാം ചേർത്ത് പിടിച്ച് ഈശോയെ കൊടുത്തു. അങ്ങനെ ഈശോയെ കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറട്ടെ. നമ്മൾ ആരും വലുതാകണ്ട, ഈശോ കേന്ദ്രീകൃതമായൊരു ജീവിതം നയിക്കുക. നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും എല്ലാം ഈശോയെ കൊടുക്കണം. കുടുംബത്തിൽ ഈശോയെ കൊടുക്കണം. ജോലിസ്ഥലത്ത് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് പറയണം. കണ്ടുമുട്ടുന്നവരിലെല്ലാം ഈശോയുടെ ആശ്വാസം കൊടുക്കണം. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ എൻ്റെ ആനന്ദമേ എന്ന്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.